ഒന്ന് പുറത്ത് വരണം. റാംബോ പറ അളിയ ഇതെങ്കിലും പറയലേ. ഉസ്മാനായിട്ട് ചെറിയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ സേഫ് സോണിന്റെ സമയത്ത് ഒരു ട്രിഗറിംഗ് പോലെ ഉണ്ടായിരുന്നു അമ്പത്തൂരിന്റെ സൈഡിൽ ഞാൻ തന്നെ പറയാം ഷേഖെ. നമ്മുടെ സൈഡിൽ നിന്ന് ഞാൻ പറയാം, ഇത് ഈ ഉസ്മാന്റെ സിറ്റുവേഷനെ പറ്റിയാ പറയണേ. ഞാൻ വേറെ അത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ എനിക്ക് അറിയത്തില്ല. ഉസ്മാന്റെ സിറ്റുവേഷനാ പറയുന്നത്. ഉസ്മാന്റെ സിറ്റുവേഷൻ ടിവിയുടെ സൈഡിൽ നിന്ന് അമ്പത്തൂരിന്റെ സൈഡിൽ നിന്ന് വന്ന ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാനിപ്പോ അതിനെ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കിയതേ ഉള്ളൂ. അത് എനിക്കാണെങ്കിലും അത് കണ്ടപ്പോ എനിക്കൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് അത് ഇന്നലെ നിങ്ങൾ അവിടെ നിന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ വാറും കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വാറിന്റെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിന്റെ ഒരു രീതിയിൽ വന്ന് ഇവന്റെ സൈഡിൽ നിന്ന് എടുത്തത്. പിന്നെ നിങ്ങളുടെ ഗ്യാങ് വണ്ടി എടുത്തതും ശരിയായിട്ടുള്ള കാര്യമല്ല. അത് ടിവിയുടെ സൈഡിൽ നിന്ന് അമ്പത്തൂരിന്റെ സൈഡിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്ക് ആണ്. ആ കാര്യം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് ഇത് പറഞ്ഞ് ഇവരുടെ സംസാരിച്ച് ഇപ്പൊ ഇതാക്കിയതേ ഉള്ളൂ. എന്നിട്ട് നിങ്ങളോട് സംസാരിക്കാന്നുള്ള രീതിയിലായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വേറെന്തോ സിറ്റുവേഷൻ ട്രിഗർ ആയെന്നാണ് ഇവര് പറയുന്നത്. ആ സിറ്റുവേഷൻ എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റിയാണെന്ന് തോന്നുന്നു ഷെയ്ഖ് ഇപ്പൊ എന്നെ വിളിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞത്. അതെ അത് റാംബോ മുതുക്കുന്ന വണ്ടി കൊണ്ട് പോയപ്പോ ചൂട് വന്ന ചാറ്റി കക്കാശി അയടാ സൗണ്ട് ഒക്കെ പോയിരിക്കും. സിറ്റുവേഷൻ എന്ന് പറഞ്ഞാടാ അണ്ണാ ഞാൻ പറഞ്ഞുതരാം. നമ്മള് വണ്ടി ഇടിച്ചായിരുന്നു മുതുക്ക് ഓഷ്യൻ ഹൈവേ പോകുന്ന വഴി. അപ്പം ബൈക്കിലായിരുന്നു പോയത്. അതിനു മുമ്പ് എന്തായിരുന്നു ബ്രോ പറ എന്താണ് എന്താ ബ്രോ പറഞ്ഞു. ഞാൻ മുതുക്കി പോയി. എന്റെ കൂടെ ഒരു സിറ്റിസൺ ഒരു പയ്യനായിട്ടായിരുന്നത്. ഞാൻ മുതുക്കി പോയി വണ്ടി ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവര് വന്നിട്ട് പറഞ്ഞ് വണ്ടി കൊള്ളാലോ, എന്തോന്ന് ബിഗ് ഫാൻ, ഇങ്ങനെ ഒരു കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു. അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. എനിക്ക് മനസ്സിലായി ഇവരാണെന്ന് മനസ്സിലായി. ഞാൻ ഒന്നും മിണ്ടാതിരുന്നതിന് ശേഷം അതിനുശേഷം തീട്ടോന്ന് വിളിച്ചു. അതിനുശേഷം തീട്ടം മണക്കണം എന്നാ ഇങ്ങനെ ഇത് 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഒന്നും മിണ്ടിയില്ല. അവിടെ വെച്ച് ഞാൻ ഈ സിറ്റുവേഷൻ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ അഫ്കൊന്നും അല്ലായിരുന്നു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ ഇത് കണ്ടോണ്ട് തന്നെ ഇരുന്നത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു വേറെ സിറ്റുവേഷൻ എടുക്കണ്ട. കാരണം നാളെ ഗ്യാങ് ഹൗസ് റിവീലിംഗ് ആണ്. അതിന്റെ ഇടയിൽ എല്ലാ ഗ്യാങ്ങിലും പോയി വിളിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയത്. വീണ്ടും അതിനുശേഷം അവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്ക് വീണ്ടും കളിയാക്കണ രീതിയിൽ സംസാരിച്ചത് കൊണ്ടാണ് അവിടെ വെച്ച് തിരിച്ചും സംസാരിച്ചപ്പോഴത്തേക്ക് ഒന്നും കാര്യം ഇങ്ങനെ പറഞ്ഞു. അതും ടി വി ആണെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. ഇവർ വേറെ എന്തോ പേരൊക്കെയാ പറഞ്ഞത്. ഇത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവൻ വാണിംഗ് ഫയർ വെച്ചിട്ട് വണ്ടിയിൽ ഫയർ ചെയ്ത്. എന്നിട്ടും എന്റെ ഇതിലാണ് ഞാൻ അതും അവിടെ നിന്ന് വിട്ടുപോയത്. ചുമ്മാ ഇങ്ങോട്ട് സിറ്റുവേഷൻ എടുക്കാൻ തന്നെ ഇവർക്ക് എനിക്ക് തോന്നുന്നില്ല. ഇവർക്ക് തന്നെ ഒരു നാണോ ഇല്ലേ? സിറ്റുവേഷൻ ഞാൻ ഉസ്മാന്റെ കേസ് പോലും ഞാൻ ചോദിക്കാനോ അല്ലെങ്കിൽ എനിക്ക് അവിടെ വെച്ചാൽ സംസാരിക്കാം അതുപോലും ഞാൻ സംസാരിച്ചില്ല. നാളെ ഗ്യാങ് ഹൗസ് റിവീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് ഒന്നും സംസാരിക്കാത്തത്. വീണ്ടും എന്താ എപ്പോഴും ഇവർക്ക് എന്താ അല്ല ഇവരെ ഇത് ചോദിച്ചു നോക്കി. ഇവരെ POV ഇവര് പറയാ ഞാൻ പറയട്ടെ. നമ്മള് പോയി സംസാരിച്ച് അപ്പൊ റാംബോ ഒന്നും നമുക്ക് അങ്ങനെ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഉസ്മാന്റെ കാര്യം പറയുന്നതിന് മുമ്പ് റാംബോ അല്ല, ഇത് എന്റെ ഗ്യാങ്ങ. ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്ത് ഇവന്മാരും നിൽക്കൂല. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്രേ ഉള്ളൂ റാംബോ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. റാംബോ പറയണ കാര്യം മനസ്സിലാക്ക്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ഈ സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കാൻ പറഞ്ഞാൽ ഇവിടെ ഡ്രോപ്പ് ആവും. ഇത് ഞാൻ പറയണത് ഇത്രേ ഉള്ളൂ. നമുക്ക് സിറ്റുവേഷൻ എടുക്കാൻ അത്രയ്ക്കും ബുദ്ധിമുട്ടി നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉസ്മാന്റെ കാര്യം പറഞ്ഞിട്ട് എന്റെ മെമ്പറിനെ എനിക്ക് കൺവേർട്ട് ചെയ്ത് മറ്റേ ഇതാക്കിക്കൂടെ. അവൻ അങ്ങനെ പറഞ്ഞല്ല, അവർക്ക് തമാശയ്ക്ക് പറഞ്ഞതെന്ന് പറഞ്ഞ് ഇതാക്കിക്കൂടെ. സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാ റാംബോ. നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാ. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 3 ദിവസം കൂടുമ്പോ വാറെടുക്കാന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞങ്ങൾക്കില്ല. അത് ഒരാൾക്ക് മാത്രമേ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ 2 പേർക്ക് ഗ്യാങ്ങിൽ ഒരു 20 പേർക്കോ അല്ലെങ്കിൽ ഒരു 10 പേർക്കോ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അത് എല്ലാവർക്കും തോന്നണ്ടേ? എല്ലാവർക്കും അത് തോന്നണ്ടേ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 50 എന്തിനാ ഉസ്മാന്റെ അടുത്തൊക്കെ പോയി സിറ്റുവേഷൻ എടുക്കുന്നത്? റാംബോ ഞാനൊരു കാര്യം റാംബോ അടുത്ത് പറഞ്ഞോട്ടെ. റാംബോയുടെ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന മൊത്തം അമ്മമാർക്ക് എന്നെ ഇഷ്ടമാണെന്ന് റാംബോയ്ക്ക് തോന്നുന്നു. ഇല്ല, പക്ഷെ ആരെങ്കിലും TV എടുത്ത് അങ്ങോട്ട് ഇപ്പം ഈ അവസാനം ഞാൻ പറഞ്ഞോട്ടെ. സെയിം ഇതുപോലെ തന്നെയാണ്. 40 മെമ്പേഴ്സിനെയും എല്ലാവരെയും ഇഷ്ടപ്പെടുത്തി നിർത്താൻ പറ്റത്തില്ല റാംബോ. അപ്പൊ സിറ്റുവേഷൻസ് വരും. അപ്പൊ നിങ്ങൾ ഇതുപോലെ വന്ന് സംസാരിക്കുക. നിങ്ങൾക്ക് അത് കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് മാത്രമേ നടക്കുള്ളൂ റാംബോ ഇവിടെ. ഇത് ഗ്യാങ് കളിക്കുമ്പോ അങ്ങനെ തന്നെയാണ് റാംബോ ഇവിടെ പൊക്കോണ്ടിരിക്കുന്നത്. പറഞ്ഞല്ലോ, അടിയാക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ടോണിലും ഞാൻ എന്റെ ഇങ്ങനെ സംസാരിക്കാറില്ല റാംബോ. അടിയാക്കാനാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളെ കഴിഞ്ഞ സിറ്റുവേഷൻ പോലെ നമ്മൾ അങ്ങനെ സംസാരിച്ചത് ഞങ്ങൾക്ക് അങ്ങനെ ഡെയിലി ഇതെടുക്കാനുള്ള താല്പര്യം നമുക്കില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാരെയും ഇഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ അൺവാണ്ടഡ് ആയിട്ടൊരു സിറ്റുവേഷൻ നമ്മുടെ സൈഡിൽ നിന്ന് വന്നുകൊണ്ട് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ
അപ്പൊ കുറച്ചു മുമ്പ് ശരി ഉസ്മാന്റെ സിറ്റുവേഷൻ നിങ്ങൾ പറഞ്ഞു അതിനുള്ള ഇത് പറഞ്ഞു കുറച്ചു മുമ്പുള്ള സിറ്റുവേഷൻ വാസോട്ടാ, ഒരു കാര്യമില്ല ഇല്ല ഞാൻ പറയട്ടെ, ഇല്ല ഞാൻ ഒന്ന് പറയട്ടെ. റാംബോടെ ഇത് മാത്രല്ല കേട്ടോളൂ. ഇനി വാസോട്ടാ, നമ്മള് വണ്ടി എടുത്ത് പോയി സംസാരിച്ച് പുള്ളിക്കാരെ ഒരു അക്ഷരം മിണ്ടിയില്ല. അവസാനം വണ്ടി എടുക്കാൻ പോയപ്പം ഡസ്റ്റർ പറഞ്ഞ് തീട്ടോന്ന്. എന്നിട്ട് പുള്ളിക്കാരെ അപ്പൊ ഒന്നും മിണ്ടില്ല, മിണ്ടാതിരുന്ന്. അതെന്ത്? നമ്മളാരേലും തീട്ടോന്ന് വിളിച്ചാൽ നമ്മള് സംസാരിക്കുമായിരുന്നു. ബ്രോ എന്തൊന്നും മിണ്ടിയില്ലേ? ഞാൻ മിണ്ടിയില്ല. ആ അതെ, എന്തുകൊണ്ട് നമ്മളാരേലും വിളിച്ചാൽ നമ്മള് സംസാരിക്കും. അല്ല ഒരു ഇല്ല, ഞാൻ കാര്യം പറയട്ടെ, ഗ്യാങ് ഡ്രസ് അല്ല ഒന്നും അല്ല. പുള്ളിക്കാരൻ നമ്മളൊന്നും അറിയത്തില്ല. ആ നമ്മളെ പേരറിയോ? ഇല്ല. പിന്നെ അറിയാവോ? ഗ്യാങ് ഡ്രസ്സിലല്ലേ ഇവര് വേറെ പേരാ പറഞ്ഞത്. പേര് ചോദിക്കാതെ നിങ്ങൾ ഗ്യാങ് ചോദിക്കാതെ എങ്ങനെയാണ്? പേര് ചോദിച്ചല്ലോ, പേര് ചോദിച്ചു, ഗ്യാങ്ങും ചോദിച്ചു. അവര് പറഞ്ഞ അവര് ഫാമിലിയിൽ ഇല്ല. റാംബോ ഒന്ന് പറഞ്ഞോട്ടെ. റാംബോ സിറ്റിയില് നമ്മള് നോർമൽ ഡ്രസ് ഇട്ട് നടക്കുന്ന സമയത്ത് ആണ് സംസാരം ആയതെങ്കിൽ ഗ്യാങ് ആണോന്ന് ചോദിച്ചിട്ട് ഗ്യാങ് അല്ലാന്ന് ഗ്യാങ്ങിന്റെ പേര് മെൻഷൻ ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ഈ സിറ്റുവേഷൻ TV ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം? അല്ലെ പിന്നെ എന്തിനാ എന്നെ വിളിച്ചേ? അണ്ണാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഫാമിലി ആണോന്നൊന്നും പുള്ളിക്കാരൻ ചോദിച്ചിട്ടില്ല. പേര് ഞാൻ ഒരു കാര്യം പറയാം, രണ്ടാമതാണ് പുള്ളിക്കാരൻ പേര് ചോദിക്കുന്നത്. റാംബോ ചോദിച്ചിട്ട് TV ആണെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. പറഞ്ഞു പിന്നെ എങ്ങനെ TV ആയിട്ട് കണ്ടിന്യൂ ആവും? പിന്നെ ഈ മീറ്റിംഗിൽ പിന്നെ അതെങ്ങനെ ഡിസ്കഷനിൽ വരുത്തും? അവൻ TV ആണെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അവൻ TV ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇങ്ങോട്ട് വന്ന സിറ്റുവേഷൻ എത്ര ഇവിടെ ഉമ്മാർ എടുത്തിട്ടുള്ളത്? ഡെസ്ട്രോ അല്ലേ ഇവിടെ വന്നത്? അല്ലേ? അവനായിട്ട് ബന്ധമുണ്ടോ ബ്രോ? റാംബോ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, സൗണ്ട് വെച്ച് ഇവിടെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു റൂൾ ഉണ്ട്. സൗണ്ട് വെച്ച് ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഒരാളുടെ ഐഡന്റിറ്റി ഒന്നെങ്കിൽ നിങ്ങൾ ഗ്യാങ് ഡ്രസ്സോ ബാക്കിയുള്ള ഇത് വെച്ചിട്ടോ നിങ്ങൾക്ക് ചോദിക്കണം. അല്ലെ അവന്റെ വായിന്ന് പറയണം അവനാണ് ഇതെന്ന്. ഇതാണ് ഇവിടുത്തെ ബേസിക് റൂൾ. ഇവിടുത്തെ നല്ല എല്ലായിടത്തെയും ബേസിക് റൂൾ ഇതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് ഞാൻ പറയട്ടെ റാംബോ, റാംബോയെ കളിയാക്കുമല്ല. എനിക്കറിയാം നിങ്ങൾ ഇതിനകത്ത് പുതിയതാണെന്ന്. ഇതിൽ കുറെ കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഈ പറയണത് പോലെ ഒന്നെങ്കിൽ ഗ്യാങ് ഡ്രസ് ആയിരിക്കണം, അല്ലെ കമ്മ്യൂണിറ്റി. അവരൊക്കെ പുതിയ ആൾക്കാരല്ല, അവർക്ക് അറിയത്തില്ലല്ലോ. പറഞ്ഞു കൊടുക്കില്ല. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഗ്യാങ് ഡ്രസ് ഇട്ടാണ് വന്നേക്കുന്നെങ്കിൽ റാംബോയ്ക്ക് ഷേക്കിനോ എന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ TV-യിൽ ഉണ്ടായിരുന്നല്ലോ. പുതിയ ആൾക്കാരാ ഗൈസ്, അവര് ആർപിലോട്ട് പുതിയവരാ. അപ്പം അവർക്ക് പഠിച്ചു വരാനൊക്കെ സമയം എടുക്കും. ചില്ല ഗൈസ് അല്ലേ? അല്ല അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല. അതുമല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒറ്റ സെക്കൻഡ് അണ്ണാ എന്താ അണ്ണാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അണ്ണാ. ഇപ്പം പുള്ളിക്കാരൻ വീട്ടോന്ന് വിളിച്ചു പറഞ്ഞു വന്നെന്ന് പറഞ്ഞില്ലേ? നമ്മള് വണ്ടി ഇടിച്ച സമയത്ത് പുള്ളിക്കാരൻ വന്ന് എങ്ങനെ സംസാരിച്ചെന്ന് അറിയാവോ? ബ്രോ എന്ത് പറ്റി വണ്ടി ഇടിച്ചു എന്ന് എന്നിട്ട് പറയണോ? ആ ബ്രോ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞപ്പോഴാ എന്നാ നടന്നു പോവാൻ. പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിച്ച എന്നെ എന്തിനും തീട്ടോന്നും വിളിച്ചെന്നൊന്നും പറഞ്ഞോണ്ട് വന്നില്ല. ആ ബ്രോയ്ക്ക് പറഞ്ഞൂടെ? എന്തിനാ ബ്രോ അവിടെ വെച്ച് എന്ത് സംസാരിച്ചെന്ന് പറഞ്ഞൂടെ? നമ്മളാണെ സംസാരിക്കും സ്പോട്ടി. ആ ബ്രോനെ പോലെ മിണ്ടാണ്ടിരിക്കൂല, നമ്മള് സംസാരിക്കും. ഇനി മിണ്ടാടാ കേട്ടാ? ആ ഇനി മിണ്ടിക്കോ ബ്രോ, മിണ്ടിക്കോ. നമ്മള് മിണ്ടിക്കോ പിന്നെ ബ്രോ ഫാമിലിനെ പറ്റിയൊന്നും പറയല്ലേ ബ്രോ? ഫാമിലിനെ പറ്റിയൊന്നും ചോദിച്ചിട്ട് പോലും ഇല്ല. പേരും ചോദിച്ചിട്ടില്ല ബ്രോ, പേരും ചോദിച്ചില്ല. പിന്നെ ഇല്ല, ബ്രോയുടെ കൂടെ ഇരുന്നില്ലേ ഒരു പുള്ളിക്കാരൻ, ഗ്യാങ് ഇല്ലെന്ന് പറഞ്ഞില്ലേ? പുള്ളിക്കാരനെ ചോദിച്ചത്. അപ്പളാ പറയുന്നത് സുധീശൻ എന്ന്. ബ്രോ അല്ല ചോദിച്ച, ഒരു ഗ്യാങ് മെമ്പർ പോലും അല്ല പുള്ളിക്കാരൻ. വണ്ടി ഓടിച്ചടക്കുമായിരുന്നു. അതെ ബ്രോ അതിന്റെ അകത്തൊന്നും മിണ്ടിയില്ലേ? നിങ്ങൾ നമ്മളെ ഗ്യാങ് മെമ്പർ ഇന്നലെ നമ്മളെ വണ്ടി എടുത്ത് ഓടിച്ചില്ല? നിങ്ങൾ നമ്മളെ ഗ്യാങ് മെമ്പർ? എടാ ഞാനൊരു ചോദിക്കട്ടെ, എടാ നിനക്ക് എങ്ങനെയാ അതും ഇതും കൂടെ ബന്ധപ്പെടുത്തുന്നത്? നീ ഒന്നുകൂടെ ഞാൻ പറയാം റാംബോ. ഞങ്ങൾ ആരടുത്തും ഞാൻ പറയാം നിങ്ങളടുത്ത് ഫ്രണ്ട്ലി ആവാൻ ഒന്നും നമുക്ക് വേണ്ട. എന്റെ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം റാംബോ. ഇന്നലത്തെ സിറ്റുവേഷൻ TV-യുടെ സൈഡിൽ നിന്ന് അൺവാണ്ടഡ് ആയിട്ട് അമ്പത്തൂര് വന്ന് ട്രിഗർ ചെയ്ത ഒരു സിറ്റുവേഷനാണ്. അതിന് കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ല. പിന്നെ നിങ്ങൾക്ക് അടിച്ചേ പറ്റൂ എന്നാണെങ്കിൽ നമുക്ക് അടിക്കാം, മനസ്സിലായോ? സോൾവ് ഒന്നും എനിക്കില്ല. നിങ്ങൾക്ക് അടിക്കണോ അടിക്കാം. അതിന്റെ അപ്പുറത്തോട്ട് ഞങ്ങൾക്ക് വേറെ ഫ്രണ്ട്ലി അങ്ങനെ ഒന്നും ഇല്ല.
ഞങ്ങളുടെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ആണെന്ന് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു. ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാൻ റെഡിയാണ്, ഇതാക്കാൻ റെഡിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾക്ക് ആ സിറ്റുവേഷൻ വെറുതെ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ എടുക്കാനായിട്ട് താല്പര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് തിരിച്ച് ചോദിക്കണം, അടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അടിക്കാം. ബാക്കി പറഞ്ഞു. ഇല്ല ബ്രോ നിങ്ങൾ അഡ്മിറ്റ് ചെയ്തല്ല, അത് വലിയ കാര്യം. എനിക്ക് മനസ്സിലായി. എടാ ഞങ്ങളെ തെറ്റാണെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം പറയാം, അമ്പത്തൂരിന്റെ സിറ്റുവേഷൻ ആട്ടോ പറയുന്നത്. അമ്പത്തൂരിന്റെ സിറ്റുവേഷനെ പറ്റി ഞാൻ പറയുന്നത് അമ്പത്തൂരിന്റെ സിറ്റുവേഷൻ അൺവാണ്ടഡ് ആണ്. ഉസ്മാനെ ചൊറിയേണ്ട ഒരാവശ്യമില്ല. അവന്റേതായിട്ടുള്ള കാര്യം ഞങ്ങളെ ഉപദ്രവിക്കുന്ന, അവൻ അവന്റേതായിട്ടുള്ള കാര്യങ്ങൾ ആർപ്പ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്ന ഒരു പയ്യനും കൂടെ. ആ റെസ്പെക്ട് എനിക്കും ഉണ്ട് അവനോട്. അതുകൊണ്ട് അവനെ പോയി അൺവാണ്ടഡ് ആയിട്ട് ട്രിഗർ ചെയ്തതും സംസാരിച്ചത് മോശമാണെന്ന് തന്നെ ഞാൻ ഇത്രയും നേരം ഇവരോട് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൽ എനിക്കൊരു അവൻ അവന്റെ സ്വന്തമായിട്ട് പറഞ്ഞാണ് ഷെയ്ഖ്. അതായത് ഉസ്മാന്റെ കേസിൽ നമുക്ക് എന്തായാലും ഞങ്ങൾക്ക് അത് സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ലീഡറിന്റെ വണ്ടിക്ക് അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചോദിച്ചതാ. അത് ഷെയ്ഖ് റാംബോ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് എന്താന്ന് വെച്ചാൽ ഇതിപ്പോ സിറ്റുവേഷനായി. ഇത് ഈ രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഞാൻ ഇല്ലായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ സൈഡ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് അറിയുന്നത് പോലും. അതുകൊണ്ട് ലീഡറിന് എന്തോ പറഞ്ഞു, അതായത് ലീഡർ പഠിപ്പിച്ചു വിട്ടയാണോ ഇതെന്നൊക്കെ. അതെന്തായിരുന്നു? ഞാൻ ഒരു കാര്യം പറയാം റാംബോ, ഞാൻ പഠിപ്പിച്ചു വിട്ടതൊക്കെ, ഞാൻ ഇവരെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഇവിടെ നിൽക്കുന്ന പിള്ളേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ ഡിസിപ്ലിൻ അവർക്കുണ്ട്. അതിന് തെറ്റിച്ച് എന്തെങ്കിലും ചെയ്താൽ അവന്മാർ പുറത്തിരിക്കുക എന്നുള്ള കാര്യം അവന്മാർക്ക് നല്ല രീതിയിലുണ്ട്. ഇപ്പൊ ഒരുത്തൻ നമ്മൾ ഇത്രയും വേഴ്സ് സിറ്റുവേഷൻ ആയിട്ട് പോലും നിങ്ങളുടെ മുന്നിൽ നിന്ന് സോറി പറയണമെങ്കിൽ അത് ഞാൻ പഠിപ്പിച്ചത് തന്നെയാണ്. അത് ഞാൻ പഠിപ്പിച്ചാണെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ഇതുവരെ റാംബോയുടെ അടുത്ത് അനാവശ്യമായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. ടേക്കിനടുത്താണെങ്കിലും ഞാൻ വരുന്ന സമയത്ത്, വിളിക്കുന്ന സമയത്ത് ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് ഞാൻ മോശമായിട്ട് സംസാരിച്ചില്ല. ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. സിറ്റുവേഷൻ അനാവശ്യമായിട്ട് ഇല്ല, അതാ ഞാൻ പറയുന്നത്. അപ്പൊ പിന്നെ ഞാൻ ഇല്ലാത്ത സിറ്റുവേഷനിൽ റാംബോ ഞാൻ പഠിപ്പിച്ചതാണ്, ലീഡർ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും റാംബോ? എന്തെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് നിന്ന് പറയത്തുള്ളൂ. ഇത് സംഭവം റാംബോക്ക് ആ സമയത്ത് ഇത് നിങ്ങളാണെന്നൊന്നും അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം മനസ്സിലായില്ലേ? ആ സമയത്ത് പറഞ്ഞല്ല ബ്രോ, ആ സമയത്ത് കുറുപ്പ അവൻ പേര് വരെ പറഞ്ഞവൻ. കുറുപ്പ പേര് വരെ പറഞ്ഞവൻ. പേര് വരെ അവൻ പറഞ്ഞു. ഡ്രസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ ഒന്നാമത്തെ കാര്യം നമ്മുടെ അടുത്ത് ഒന്ന് ചോദിക്കാൻ പോലും പറ്റൂല. ഞങ്ങളത് വിട്ടു. ഓക്കെ, നമ്മുടെ സൈഡിൽ നിന്ന് വന്ന എല്ലാരും നിർത്തിക്കോ. ഉസ്മാന്റെ കാര്യം കഴിഞ്ഞു. നമ്മളെന്തായാലും ആ ഒരു കാര്യം കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടോ, ഞാൻ ഒരു കാര്യം മാത്രമേ പറയണോടാ. ഒരു മീറ്റിംഗിന് വേണ്ടിയാ വന്ന. ഞാൻ കാര്യമായിട്ട് പറയാം, മീറ്റിംഗിനല്ലേ വന്ന. ഇവിടെ ഈ ഒരു മോക്കിങ്ങും കാര്യത്തിനല്ലായിരുന്നു. ഇല്ല രാജുഭായ്, നിന്റെ ടീമിലുള്ളവരാ തന്നെ ഇവിടെ കിടന്ന് മറ്റേ സർവർ സാധനം ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിങ്ങളായിട്ട് മാത്രം സംസാരിച്ചോളൂ. ഹലോ, പറയട്ടെ ഒരു കാര്യം പറയട്ടെ. നമ്മള് ഫ്രണ്ട്ലി ലീഡർ മാത്രം ഞാൻ വരെ മിണ്ടാതെ മാറി നിങ്ങളായിട്ട് ഡയറക്ട്ലി സംസാരിച്ചോണ്ടിരിക്കുകയില്ലേ. അപ്പം മീൻസ് ആ ഒരു ഗാങ്ങിന്റെ ഒരു സാധനം ചെയ്തോണ്ട് മനപ്പുറം നമ്മളെ പിറകെ വന്ന് ഇതിവിടെ അത് എന്ത് ഉദ്ദേശം വെച്ച് എന്ത് ചെയ്തോണ്ടെന്ന് അറിയാം. അത് നീ നിൽക്കുമ്പോ ചെയ്യുമ്പോ അത് വേറെ മോശമാണ്. സംസാരിക്കണ്ട രാജുഭായ്, ഇവിടെ വേറെ ആരും മീറ്റിംഗ് കഴിഞ്ഞു. ബ്രോ രാജുഭായ്, ഇവിടെ ആരും ഇടക്കേറി സംസാരിച്ചിട്ടില്ല. ഒരുമാതിരി ഇമോട്ടൊക്കെ ഇടുന്ന ഞാൻ പറഞ്ഞതാ. മറ്റേ സാധനം അതാ ഞാൻ പറഞ്ഞത്. അവിടെ സ്നൈപ്പ് ഇടാ മനപ്പൂർവ്വം എന്തിനാണ് ഇടുന്നത് എനിക്ക് അറിയില്ല. സ്നൈപ്പ് മീറ്റിംഗ് കഴിഞ്ഞു. അങ്ങനല്ല പറയണ്ടേ, സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യം സിറ്റുവേഷൻ ആണ്. അഡ്മിറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. സിറ്റുവേഷൻ എടുക്കാൻ ഒരു താല്പര്യം നിന്നെ വേണമെങ്കിൽ പെറുക്കിട്ടൊക്കെ അടിക്കും കേട്ടോ. നിന്നെ വേണേ പെറുക്കിട്ട് അടിക്കും ഇവിടെ കേട്ടോ. നിന്നെ ഇവിടെ തല്ലും പഠിപ്പിക്കും, മനസ്സിലായോ? കേട്ടോ, അല്ലമ്മ അടിച്ചു പൊട്ടിക്കും. ആർക്കാ പേടി എന്ന് പറയണേ?
ചങ്ങല പൊട്ടിക്ക്, ചങ്ങല പൊട്ടിക്ക്, മിണ്ടാണ്ടിരി, മിണ്ടാണ്ടിരി, ചങ്ങല പൊട്ടിക്ക്, മിണ്ടാണ്ടിരി, മിണ്ടാണ്ടിരി, ചങ്ങല പൊട്ടിച്ച് വരും, മിണ്ടാണ്ടിരി. ഇവരൊക്കെ മാസ് ഇറക്കാൻ പറ്റൂ, ഇവരൊക്കെ അറിയത്തുള്ളൂ, വേറൊന്നും അറിയത്തില്ല, വേറൊന്നും അറിയത്തില്ല, വേറൊന്നും അറിയത്തില്ല. സറണ്ടർ അടിച്ചിട്ട് ഹർട്ട് ചെയ്യുന്നുണ്ടാ അതെന്താ എന്ത് ചെയ്യാനില്ല. നല്ല വിഷമമുണ്ടാവും സാഹിബേ കൊണ്ട് സാഹിബേ മച്ചി ഇപ്പൊ ഒന്ന് കുറയ്ക്കണേ മച്ചി. ആ പറയാളിയാ ഒന്ന് കുറച്ചാണ് മൂവി ഒന്ന് കൂടുതലാണല്ലേ. ഓക്കെ സറണ്ടർ ഇട്ടത് ഹർട്ടായിരുന്നു ഞാൻ ഇന്നോട് പറഞ്ഞ മാറി കൊണ്ട് കൊണ്ട് അത് വിഷമാവേ കരയും കുറച്ചു നേരം കൂടെ അതിനെ കരയും മാറിയൊക്കെ. അവനങ്ങ് പഠിപ്പിക്കാൻ പറ്റും.